ശ്രീമദ് ഭാഗവതത്തിൻ്റെ പഞ്ചമസ്കന്ധത്തിൻ്റെ പ്രത്യേകത സ്ഥാനം അഥവാ സ്ഥിതി എന്ന പുരാണ ലക്ഷണത്തെ വർണ്ണിക്കുക. 10 പുരാണ ലക്ഷണങ്ങളോടുകൂടിയ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3ാമത്തെ പുരാണ ലക്ഷണമാണ് സ്ഥാനം. കേൾക്കുമ്പോൾ ഒരുപക്ഷെ സജ്ജനങ്ങൾക്ക് ഒരല്പം അത്ഭുതമൊക്കെ തോന്നാം. കാരണം ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ദീപങ്ങളുടെ വർണ്ണന. ജംബൂദ്വീപം, പ്ലക്ഷദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, പുഷ്കരദ്വീപം, ശാൽമലി ദ്വീപം. ഇപ്പം ഇവിടെ പറഞ്ഞിരുന്നു. ആ 7 ദ്വീപങ്ങളുടെ വലിപ്പം എന്താണ്? അവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ സംസ്കാരം, രീതികൾ എന്താണ്? ആചാരങ്ങൾ എന്താണ്? അവരുടെ ഈശ്വര സങ്കല്പം എങ്ങനെയാണ്? പർവ്വതങ്ങളുടെ പേരുകൾ ഏതെല്ലാമാണ്? നദികളുടെ പേരെന്താണ്? ഭൂമിയിൽ നിന്ന് മുകളിലേക്കുള്ള ലോകങ്ങൾ ഓരോന്നും ഏതൊക്കെയാണ്? സൂര്യാദി നവഗ്രഹങ്ങളുടെ മണ്ഡലം എങ്ങനാണ്? അധോലോകങ്ങൾ, താഴോട്ടുള്ള ലോകങ്ങളുടെ പേര്, പ്രത്യേകത, ഇതൊക്കെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇതൊക്കെ ഭാഗവതത്തിലൂടെ ഇത്ര വിസ്തരിച്ച് പറയേണ്ടതുണ്ടോ? എപ്പോഴെങ്കിലും സജ്ജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് പോട്ടെ, കുറേയധികം സമയവുമുണ്ട്, സാഹചര്യവുമുണ്ട് കേൾക്കാനും പറയാനും. ഈ ഭാഗവതം നമ്മളെപ്പോലെ ശ്രദ്ധയോടെ ഗംഗാതീരത്തിരുന്ന് കേൾക്കുന്നതാരാ? പരീക്ഷിത്താണ്. പരീക്ഷിത്ത് ഈ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഗംഗാതീരത്ത് വന്നിരിക്കുന്നതിന് തന്നെ കാരണം ഒരു ശാപം. 7ാമത്തെ ദിവസം തക്ഷകദംശനമേൽക്കും, മരിക്കും. അപ്പൊ വെറും 7 ദിവസം മാത്രം ആയുസ്സുള്ള ഒരാളിന് ഇനി മരിക്കാൻ കേവലം ദിവസങ്ങളേ ഉള്ളൂ, കുറച്ചധികം മണിക്കൂറുകളേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഈ പർവ്വതങ്ങളുടെ പേരൊക്കെ അറിയണോ? ദീപങ്ങളുടെ പ്രത്യേകത അറിയണോ? നദികളുടെ പേര് ഇങ്ങനെ ഒരാൾ കേട്ടിട്ട് എന്താ ഗുണം? തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരു സംശയം? ഇപ്പൊ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ചെന്ന്, നമ്മുടെ ഭൂമി അതിരിങ്ങനെയാണ്, അവിടെ ഇന്ന തേക്കിത്രണ്ണം പാകം, വെട്ടാൻ പാകത്തിനുള്ള തേക്കിത്രയുണ്ട്, നമ്മുടെ കുളം ഇങ്ങനെയാണ്, പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് കേൾക്കാനാണോ ആ കിടക്കുന്ന ആളിന് താല്പര്യം? അല്ല. പിന്നെന്താ പരീക്ഷത്തിന് ഈ പഞ്ചമസ്കന്ധം, സ്ഥാനമെന്ന പുരാണ ലക്ഷണം ഇത്ര വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ പ്രപഞ്ചം, ഈ ഭൂഗോളം സർവവും ഭഗവാന്റെ രൂപമാണ്. ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധത്തിൽ ശ്രീശുക പരബ്രഹ്മ ഋഷി ഭാഗവതോപദേശം പരീക്ഷത്തിന് കൊടുത്തു തുടങ്ങുന്നത് തന്നെ വിരാട് പുരുഷൻ എന്നു പേരായ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. പാതാളമേതസ്യ ഹി പാദമൂലം പടന്തി പാർഷ്ണിപ്രഭതേ രസാതലം മഹാതലം വിശ്വസൃജോദ ഗുൽഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേ ജാനുനി സുതലം വിശ്വമൂർത്തേർ ഊരുദ്വയം വിതലം ചാതലം ച മഹീതലം തജ്ജഘനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി. വിരാട് പുരുഷ രൂപത്തിൻ്റെ വർണ്ണന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഈ 14 ലോകവും ഈ 14 ലോകത്തിൽ കാണുന്ന സകല വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പർവ്വതവും സമുദ്രവും വനവും നദിയും മനുഷ്യനും മൃഗങ്ങളും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധ്യമല്ലാത്ത സൂക്ഷ്മമായ വസ്തുക്കളും സർവവും ഭഗവത് ചൈതന്യം. ഭഗവത് ചൈതന്യമില്ലാത്തതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്നാണ് പരീക്ഷത്തിന് ഉപദേശത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു കൊടുത്തത്. തസ്മാൽ സർവാത്മനാരാജൻ ഹരി സർവ
സർവത്ര സർവദാ ഹരി, സർവത്ര സർവദാ. മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിക്കണമെങ്കിൽ, ഭഗവാനെ ദർശിച്ചതിൻ്റെ സംതൃപ്തി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം സജ്ജനങ്ങളെ? ഈ റോഡിൻ്റെ അവസാനം ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നാൽ മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ചതിൻ്റെ സംതൃപ്തി കിട്ടുമോ? ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അവിടുന്ന് നടന്ന് ഇവിടെ വന്നു. നമ്മൾ വന്നപ്പോൾ മേൽശാന്തി ശ്രീകോവിലിൻ്റെ നട അടച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ദർശിച്ചതിൻ്റെ സംതൃപ്തി കിട്ടിയോ? പറഞ്ഞോളൂ ഉറക്കെ. ഇല്ല. പിന്നെ എപ്പോഴേ പറ്റൂ? ആ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തെ നന്നായി ദർശിക്കുമ്പോൾ അല്ലെ, അപ്പോഴാണ് മുടക്കുഴ ശ്രീകൃഷ്ണസ്വാമിയെ ഭംഗിയായി ഞാൻ തൊഴുതു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണെന്നോ, നമ്മളൊക്കെ ഭക്തിയുടെ ഏറ്റവും താഴത്തെ ഒരു തലത്തിൽ നിന്ന് ഈശ്വരനെ ഭജിക്കുന്നവരായതുകൊണ്ടാണ്. നമ്മളുടെ ഭക്തിക്ക് ഭാഗവതം ആചാര്യന്മാർ കൊടുക്കുന്ന പേര് തന്നെ പ്രാകൃത ഭക്തി എന്ന. മോശമെന്നല്ല, കേവലം വിഗ്രഹങ്ങളിലാണ്, പ്രതിമകളിലാണ് ഈശ്വരൻ എന്ന് മാത്രം തെറ്റിദ്ധരിക്കുന്നവന്റെ ഭക്തി പ്രാകൃത ഭക്തി. സർവത്തിലും ഈശ്വരനുണ്ട്, ആ ഈശ്വരൻ എന്നിലും ഉണ്ട് എന്ന തിരിച്ചറിവോടെ ജീവിക്കുന്നവൻ ഉത്തമ ഭക്തൻ. നമ്മൾ ഏത് തലത്തിലാ? പ്രാകൃത ഭക്തന്റെ തലം വിട്ടോ നമ്മൾ? എനിക്ക് തോന്നുന്നില്ല. ഞാനും അതെ, നിങ്ങൾ ഓരോരുത്തരും അതെ, പ്രാകൃത ഭക്തിയുടെ തലത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ക്രമേണ നമുക്ക് എത്തിച്ചേരേണ്ട തലവേദ ഈ പറഞ്ഞ തലവ. എല്ലാത്തിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ആ ചൈതന്യം എന്നിലും പ്രകാശിക്കുന്നു. നോക്കൂ, ഉത്തമമായ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുക. ഇപ്പൊ ഇവിടെ പഞ്ചമസ്കന്ധത്തിലെ പർവ്വതങ്ങളുടെ വർണ്ണന, നദികളുടെ വർണ്ണന, ദ്വീപങ്ങളുടെ വർണ്ണന, ഭാരതഭൂമിയുടെ മഹത്വം, ഇതൊക്കെയും പറയുന്നത് സത്യത്തിൽ ഭഗവാന്റെ രൂപവർണ്ണന എന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതിൽ സ്വയംഭുവ മനുവിൻ്റെ ആദ്യ പുത്രൻ പ്രിയവ്രതൻ എന്നു പേരായ രാജാവിൻ്റെ വംശം. പ്രിയവ്രതന്റെ ചരിതം പഞ്ചമസ്കന്ധത്തിൻ്റെ ആദ്യാധ്യായത്തിൽ പറഞ്ഞു. പ്രിയവ്രതൻ വിവാഹം ചെയ്തത് വിശ്വകർമാവിൻ്റെ മകളായ ബർഹിഷ്മതിയെയാണ് എന്ന് പറഞ്ഞു. അതിൽ ആഗ്നീന്ദ്രൻ, യുത്മജിഹ്വൻ, യജ്ഞബാഹു, ഘൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി, കുറേയധികം പുത്രന്മാരുണ്ടായെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യപുത്രൻ, പ്രിയവ്രതന്റെ ആദ്യപുത്രൻ ആഗ്നീന്ദ്രന്റെ ചരിതം പറഞ്ഞു. പൂർവചിത്തി എന്ന പേരായ ഒരു അപ്സരസിനെ വിവാഹം ചെയ്തു. സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ലോകത്തിലേക്ക് പോയി. ആഗ്നീന്ദ്രന് തൻ്റെ പത്നി പൂർവചിത്തിയിൽ നിന്ന് നാഭി മുതൽക്ക് കുറേയധികം പുത്രന്മാരുണ്ടായി. അതിൽ നാഭി മഹാരാജാവിൻ്റെ ചരിതമാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് പറയേണ്ടത്. ആ ഒരൊറ്റ അധ്യായത്തിൽ ഈ പ്രഭാഷണം പൂർണ്ണമാവണം. ഋഷഭാവതാരം. നാഭി മഹാരാജാവ് അനപത്യ ദുഃഖം ജീവിതത്തിൽ നന്നായി അനുഭവിച്ച ആളാണ്. ജീവിതത്തിൽ എല്ലാവർക്കും അതെ ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും അല്ലേ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓരോ തരത്തിലാണ് എന്ന് മാത്രം. ദുഃഖമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഈ സത്രവേദിയിൽ വന്നിരിക്കുന്നതിൽ ആരെങ്കിലും എനിക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ദുഃഖവും ഇല്ല അങ്ങനെ പറയുന്നവർ, ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ലെന്ന എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊരു ദുസ്വഭാവം കൂടിയുണ്ട്. സുഖമാണോ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്തേ പറയൂ? സുഖമാണെന്ന് പറയുമോ? ഇല്ല. കേൾക്കുന്ന ആളിന് ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ ഒരു മറുപടി പറയും. അങ്ങനെ പോകുന്നു, വലിയ സുഖമില്ല, അല്ല വലിയ ദുഃഖമില്ല
ഇങ്ങനെ ഒരു പറച്ചിലേ ഉള്ളൂ. അപ്പൊ ഈ ദുഃഖം ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. നാഭി മഹാരാജാവിന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് സന്താനങ്ങളില്ലാത്ത ദുഃഖമാണ്. ഋഷീശ്വരന്മാരുടെ അടുത്ത് ചെന്ന നാഭി മഹാരാജാവ് തന്റെ സങ്കടം പറഞ്ഞു. ഋഷീശ്വരന്മാര് വിഷ്ണുപ്രീതിക്കായിട്ട് മഹത്തായ ശ്രേഷ്ഠമായൊരു യാഗം നടത്തി. പണ്ടുകാലങ്ങളിലൊക്കെ അങ്ങനെയാ. രാജാവിന് എന്തെങ്കിലും ഒരാവശ്യം വന്നാല് രാജാവിൻ്റെ പുരോഹിതന്മാര്, ഋഷീശ്വരന്മാർ അവിടെ ഉണ്ടാവും. അവർ യാഗങ്ങൾ ചെയ്യും, സത്കർമ്മങ്ങൾ ചെയ്യും. അതുകൊണ്ട് രാജ്യത്തിന് ശ്രേയസ് ഉണ്ടാവും. ഇവിടെ ഋഷീശ്വരന്മാര് നാഭി മഹാരാജാവിന് പുത്രൻ ജനിക്കാൻ വേണ്ടി യാഗം നടത്തി. ആ യാഗവേദിയിൽ വിഷ്ണു പൂർണ്ണകലകളോടെ പ്രത്യക്ഷപ്പെട്ടു. ഋഷീശ്വരന്മാര് കണ്ടു. ഋഷീശ്വരന്മാര് പറഞ്ഞു, നാഭി മഹാരാജാവേ, വിഷ്ണു യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അങ്ങയോട് എന്തു വരം വേണം എന്ന് വിഷ്ണു ചോദിക്കുന്നു. ഇത് കേട്ടതോടെ നാഭി മഹാരാജാവിന് സഹിക്കാത്ത വിഷമം, സങ്കടം വന്നെന്നാ. എന്താണെന്നോ, ഇത്രയും മഹത്തായൊരു യാഗം നടത്തിയിട്ട് ആ യാഗവേദിയിൽ സന്നിഹിതരായ എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടും എനിക്ക് മാത്രം ഭഗവത് ദർശനം കിട്ടിയില്ലല്ലോ. അല്ലെ, എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് വന്നാൽ അത് ദുഃഖമല്ലേ? ആണോ? എന്തോ ആവട്ടെ, ഇനി 2 തല്ലാണെങ്കിൽ പോലും അതെ, എല്ലാവർക്കും കൊടുത്തു, പക്ഷെ എനിക്ക് 2 കിട്ടിയില്ല എന്ന് വന്നാൽ ചിലപ്പോൾ വിഷമം വരും. അല്ലെ, അന്നദാനത്തിൽ പങ്കെടുക്കാൻ നിന്നു, നമ്മൾ കൃത്യം അന്നദാനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അത് അവസാനിപ്പിച്ചു. എത്ര വലിയ ദുഃഖമായല്ലേ? നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നത് ദുഃഖം ഉണ്ടാക്കും. ഇവിടെ നാഭി മഹാരാജാവിന് വലിയ സങ്കടം. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, അങ്ങയെപ്പോലൊരു പുത്രൻ എനിക്ക് ജനിക്കണം. ഭഗവാൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, എന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാളില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം. അങ്ങനെ നാഭി മഹാരാജാവിന് ഭഗവത് അനുഗ്രഹം കൊണ്ട് ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചു. നാഭി മഹാരാജാവിൻ്റെ പത്നിയുടെ പേരാണ് മേരുദേവി. ആ മേരുദേവിയിൽ നിന്ന് ഭഗവാൻ ഋഷഭദേവൻ തിരുവവതാരം ചെയ്തു. ബർഹിഷി തസ്മിനേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭി പ്രസാദിതോ നാഭേ പ്രിയജിഗീർഷയാ തദവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോ വാദർശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ദിനാം ശുക്ലയാ തനുവാ അവതതാരാം. ഭഗവാന് ഋഷഭൻ എന്നൊരു നാമകരണം നടത്തി നാഭി മഹാരാജാവ്. എന്താ സജ്ജനങ്ങളെ ഋഷഭൻ? ആ വാക്കിന് എന്താ അർത്ഥം? ശ്രേഷ്ഠൻ, സമർത്ഥൻ എന്നൊരർത്ഥം ഋഷഭൻ എന്ന വാക്കിനുണ്ടെന്നാണ്. ഈ പേരുപോലെ തന്നെ സാമർഥ്യമുള്ളവനായിരുന്നു ഋഷഭദേവൻ. ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണല്ലേ? ഇപ്പൊ ചില ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈശ്വരീയമായ കാര്യങ്ങളിൽ അവർക്ക് സാമർഥ്യമാണ്. ഇപ്പോൾ ഭാഗവതം പാരായണം ചെയ്യണോ, ഭാഗവതം പറയണോ, നാരായണീയം പാരായണം ചെയ്യണോ, നാരായണീയം പറയണോ, ഒക്കെ നല്ല സാമർഥ്യമാണ്. എന്നാൽ മറ്റൊരു കാര്യത്തിൽ അവർക്ക് ആ സാമർഥ്യം പലപ്പോഴും ഉണ്ടാവില്ല. ശരിയാണോ? നിങ്ങൾ അംഗീകരിക്കുമോ അത്? അല്ലേ? എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സമർത്ഥൻ അത് ഈ ഋഷഭദേവനാണെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ രാജ്യഭരണം കണ്ട് ദേവേന്ദ്രനു പോലും ഋഷഭദേവനോട് അസൂയയുണ്ടായി. ദേവേന്ദ്രൻ അസൂയ. നമ്മുടെ പുരാണങ്ങളുടെ മിക്ക കഥകളിലും നമ്മൾ കാണുന്ന ഒരാളാണ് ദേവേന്ദ്രൻ.
ഈ ദേവേന്ദ്രന്റെ പൊതുവായൊരു സ്വഭാവമാണ് അസൂയ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവേന്ദ്രൻ നമ്മുടെ പ്രതീകമാണ് എന്നൊക്കെ ആചാര്യന്മാർ പറയും. അസൂയക്കാരനാണ് ദേവേന്ദ്രൻ. മറ്റൊരാൾ നന്നാവുന്നത് കാണുമ്പോൾ നല്ല അസൂയ, അല്ലേ? ഇപ്പൊ ദേവേന്ദ്രൻ ശരിക്കും ആരാ? മറ്റൊരാൾ നന്നാവുന്നത് കാണുമ്പോൾ, മറ്റൊരാൾക്ക് നല്ല പദവി കിട്ടുമ്പോൾ, മറ്റൊരാൾക്കൊരു നല്ല അംഗീകാരം കിട്ടുമ്പോൾ സഹിക്കാൻ വയ്യാത്ത ആളുകളാണ് ഈ ദേവേന്ദ്രന്റെ സ്വഭാവക്കാര് എന്ന് നമുക്ക് പറയാം. ഇവിടെ ദേവേന്ദ്രന് ഋഷഭദേവനോട് അസൂയ വരാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഋഷഭൻ വളരെ സമർത്ഥമായിട്ട് ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കുന്നു, പ്രജകളെ പാലിക്കുന്നു. പണ്ടൊക്കെ യാഗങ്ങൾ ജനങ്ങൾ ചെയ്യുമായിരുന്നു. ഋഷഭദേവൻ രാജ്യഭരണം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ യാഗം ചെയ്യല് അവസാനിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നോ? സ്വർഗസുഖം, സ്വർഗലോകം കിട്ടാനാണ് യാഗങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നത്. ഋഷഭൻ രാജ്യം ഭരിച്ചു കണ്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നി, എന്തിനാ ഇനി സ്വർഗം? സ്വർഗത്തിനേക്കാൾ സുഖമാണല്ലോ ഋഷഭന്റെ രാജ്യത്ത് ജീവിക്കല്. അതുകൊണ്ട് ഇനി യാഗങ്ങളൊന്നും ചെയ്യേണ്ട. അങ്ങനെ യാഗാദി കർമ്മങ്ങൾ ഭൂമിയിൽ നടക്കാതെ വന്നപ്പോഴാണ് ദേവേന്ദ്രൻ ശ്രദ്ധിച്ചത്. ഋഷഭന്റെ ഗുണങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു ജനങ്ങൾ മുഴുവൻ. അസൂയക്കാരനായ ദേവേന്ദ്രൻ എന്തു ചെയ്തെന്നോ? വളരെയധികം കാലം ഭൂമിയിൽ മഴ പെയ്യിച്ചില്ല. മഴയുടെ അധിപൻ കൂടിയാണ് ദേവേന്ദ്രൻ. ഗോവർദ്ധന ഉദ്ധാരണ ലീലയില് അന്ന് വരുന്ന ആചാര്യൻ അതിനെ വിസ്തരിച്ച് പറഞ്ഞു തന്നോളൂ. ഇന്ദ്രൻ വിചാരിച്ചെങ്കിലേ തുടരെ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും ഒക്കെ ഇടയാവൂ എന്നാണ്. നന്ദഗോകുലത്തിൽ ദേവേന്ദ്രൻ എന്താ ചെയ്തത്? 7 ദിവസം തോരാത്ത മഴ. ഇവിടെ ഋഷഭന്റെ ഭരണകാലത്ത് എന്തു ചെയ്തു? ഒരു തുള്ളി മഴ പെയ്യാതിരിക്കുക. ഇത് ജ്ഞാനശക്തി കൊണ്ട് തിരിച്ചറിഞ്ഞ ഋഷഭദേവൻ തൻ്റെ തപസ്സുകൊണ്ട് ഭൂമിയിൽ മഴ പെയ്യിച്ച് ഇന്ദ്രനെ അത്ഭുതപ്പെടുത്തി. ദേവേന്ദ്രൻ അത്ഭുതപരതന്ത്രനായി പോയി. ഋഷഭദേവന്റെ തപശക്തി കണ്ടപ്പോൾ പിടികിട്ടി ഇയാൾ നിസാരനല്ല. ഋഷഭനെ ശത്രുവാക്കുന്നത് മണ്ടത്തരവാ. അതുകൊണ്ട് പുത്രിയായ ജയന്തിയെ ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ ബന്ധുവാക്കി മാറ്റി ദേവേന്ദ്രൻ. ഋഷഭദേവന്റെ പത്നിയുടെ പേരെന്താ? ജയന്തി. ജയന്ത്യാം ഇന്ദ്രദത്തായാം, ഇന്ദ്രനാൽ ലഭിക്കപ്പെട്ടു ജയന്തിയെ. ഇനി രാജ്യഭരണത്തിന്റെ കാര്യത്തിലോ പ്രജാക്ഷേമ തൽപരതയുടെ കാര്യത്തിലോ തപസ്സിന്റെ കാര്യത്തിലോ മാത്രമായിരുന്നില്ല, കുടുംബജീവിതത്തിന്റെ കാര്യത്തിലും ഋഷഭദേവൻ സമർത്ഥനാണ്. അതിനവിടെ പറഞ്ഞു, ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് 100 സന്താനങ്ങളെ നേടിയെടുത്തു. 100 പുത്രന്മാരുണ്ടായിരുന്നു ഋഷഭദേവൻ എന്നാണ്. ആ 100 പുത്രന്മാരും പരമയോഗ്യരായിട്ട് മാറി അവരുടെ ജീവിതം ജീവിച്ച് തീർത്തു. അത്ഭുതപ്പെടണ്ടേ സജ്ജനങ്ങളെ? പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഋഷഭദേവന്റെ കുടുംബജീവിതത്തിന്റെ മഹത്വം, മാഹാത്മ്യം വർണ്ണിച്ച് കേൾക്കുമ്പോൾ ഒരത്ഭുതം നമുക്കുണ്ടാവുന്നില്ലേ? 100 പുത്രന്മാര്, ആ 100 പുത്രന്മാരും യശസ്വികളായിട്ട് ജീവിതം ജീവിച്ചു തീർത്തു. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ 1 അല്ലെങ്കിൽ 2 സന്താനങ്ങളൊക്കെ ഉള്ളൂ, അല്ലേ? വളരെ ചെറിയൊരു കുടുംബജീവിതം നയിക്കുന്ന ഗൃഹസ്ഥര നമ്മളൊക്കെയും. എന്നിട്ട് ആ കുടുംബജീവിതം തന്നെ ഭംഗിയായിട്ട് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് സജ്ജനങ്ങളെ? കുട്ടികളുടെ മഹത്വങ്ങളാണോ നമ്മൾ പറയാറും പാടി കേൾക്കാറും? ഋഷഭദേവന്റെ 100 പുത്രന്മാരും യശസ്വികളായിട്ട് മാറി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊരു പരിശോധന നമ്മൾ നടത്തണ്ടേ? ഭാഗവതത്തിലെ ഏതൊരു കഥയും കേൾക്കുമ്പോൾ അത് കേവലം ഒരു കഥ എന്ന രൂപത്തിൽ മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല.
ആ കഥകൾക്കുള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ കഥയെ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കുറച്ച് ബന്ധിപ്പിക്കണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറേയധികം ധർമ്മങ്ങളെ ആ കഥയിലൂടെ വേദവ്യാസ മഹർഷി പറഞ്ഞു തരുന്നതായിട്ട് ബോധ്യപ്പെടും. എങ്കിലേ പറ്റൂ. ഈ കലിയുഗത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സത്ര സത്സംഗങ്ങൾ അതിൻ്റെ പൂർണ്ണമായൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ രീതിയിൽ ഭാഗവതത്തെ, കഥകളെ നമ്മൾ സമീപിക്കണ്ടേ? വേണ്ടേ സജ്ജനങ്ങളെ? ഇതേതോ ഒരു കാലഘട്ടത്തിൽ സ്വയംഭുവ മനുവിൻ്റെ ആദ്യപുത്രന്റെ വംശത്തിൽ വന്ന് ജനിച്ച ഒരാളുടെ കഥ എന്ന രൂപത്തിൽ മാത്രം കേട്ടിരുന്നാൽ ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ഏതോ ഒരു യുഗത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളിൻ്റെ അനുഭവങ്ങളായിട്ട് മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഋഷഭദേവൻ തൻ്റെ പുത്രന്മാരെ വളർത്തിയ രീതി നമ്മൾ പഠിക്കേണ്ടതാണ്. ഋഷഭദേവന്റെ 100 പുത്രന്മാരിൽ ആദ്യ പുത്രന്റെ പേരാണ് ഭരതൻ. ഒരാളിൻ്റെ കഥ മാത്രം നമുക്ക് പറയാം. ഭരതൻ എന്ന പേരായ പുത്രൻ രാജ്യം ഭരിച്ചത് മുതൽക്കാണ് നമ്മൾ ഈ ജീവിക്കുന്ന രാജ്യത്തിന് ഭാരതം എന്ന പേരുണ്ടായി. ഭരതൻ ഭരിക്കുന്നത് വരെയോ അജനാഭം നാമ ഏതത് വർഷം ഭാരതമിതി വ്യപദിശ്യത്തെ. ഭരതൻ രാജ്യം ഭരിച്ചത് മുതലാണ് ഇതിന് ഭാരതം. അതുവരെ അജനാഭം എന്നറിയപ്പെട്ടിരുന്നു ഈ രാജ്യം. നോക്കൂ സജ്ജനങ്ങളെ, രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരിയുടെ പേര് തന്നെ രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം എത്രമാത്രം മഹത്തരമായിരിക്കണമല്ലേ? അല്ലേ? ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രാജ്യം ഭരിച്ച് ജനങ്ങളെ സംതൃപ്തനാക്കിയതുകൊണ്ടാണ് ഭരതന്റെ പേര് ഈ രാജ്യത്തിന് വന്നു. അജനാഭം എന്ന പേര് മാറി. പിന്നെ ഒരു 9 പുത്രന്മാരു കൂടി രാജ്യഭരണം തെരഞ്ഞെടുത്തു. അപ്പൊ ഭരതൻ മുതൽ ആദ്യത്തെ 10 പേര് രാജ്യഭരണത്തിൽ കീർത്തിമാന്മാരായി. 9 പുത്രന്മാര് നവയോഗികൾ എന്ന പേരില് ആധ്യാത്മിക പാതയിലേക്ക് പോയി. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവൃഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇത് ഭാഗവത ധർമ്മദർശന ധർമ്മദർശനന്മാരായ നവയോഗികൾ. നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ ശ്രേഷ്ഠമായ ഏകാദശ സ്കന്ധം പാരായണം ചെയ്യുന്ന, പ്രഭാഷണം നടത്തുന്ന ദിവസം നിങ്ങൾക്ക് കേൾക്കാം. നിമി മഹാരാജാവിൻ്റെ മുന്നിൽ ഈ ഋഷഭദേവന്റെ 9 പുത്രന്മാരായ നവയോഗികൾ വരുന്നു. എന്നിട്ട് അവർ നിമി മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. പരമജ്ഞാനികളായ 9 പേര്. പിന്നീട് ഒരു 81 പേര് വിവിധ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. അവരെ കുറിച്ച് പറയും, യവീയാംസ ഏകാശീതിർജായന്തേയാഹ പിതുരാതേശകര മഹാശാലീന മഹാശ്രോത്രിയ യജ്ഞശീലാഹ കർമ്മവിശുദ്ധ ബ്രാഹ്മണ ബഭൂവു. 81 പുത്രന്മാര്, ഋഷഭപുത്രന്മാര്, അവരുടെ ശീലഗുണം കൊണ്ട്, അവര് നേടിയെടുത്ത ജ്ഞാനം കൊണ്ട് ബ്രാഹ്മണ ബഭൂവ, ബ്രഹ്മജ്ഞാനികളായിട്ട് കീർത്തിമാന്മാരായിട്ട് മാറി. 100 സന്താനങ്ങളും അതിയോഗ്യരായി ശ്രേഷ്ഠരായി മാറി എന്ന് നമ്മളെ ഭാഗവതം കാണിച്ചു തരികയാണ്. ജന്മം കൊണ്ട് ഋഷഭദേവന്റെ പുത്രന്മാര് ക്ഷത്രിയന്മാരാ, രാജ്യം ഭരിക്കുന്നവരാണ്. പക്ഷെ ഈ 81 പുത്രന്മാരെങ്ങനായി? ബ്രാഹ്മണ
ബഭൂവ. അപ്പൊ ഈ ബ്രാഹ്മണ്യം, ബ്രഹ്മജ്ഞാനം എന്നുള്ളത് ജന്മാർജിതമായിട്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല, പിന്നെയോ കർമ്മങ്ങളിലൂടെ ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നും ഭാഗവതം അവിടെ കാണിച്ചില്ലേ സജ്ജനങ്ങളെ? ഋഷഭദേവന്റെ ഈ പുത്രന്മാരൊക്കെ ബ്രാഹ്മണ്യമുള്ളവരായിട്ട് മാറി, ജനങ്ങൾ ആദരിക്കുന്ന ജ്ഞാനമുള്ളവരായിട്ട് മാറിയെങ്കിൽ ഇതാർക്കും സമ്പാദിച്ചെടുക്കാൻ കഴിയും, ഇത് ജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല എന്നവിടെ പറഞ്ഞു വെച്ചു. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഋഷഭദേവന്റെ പുത്രന്മാർക്ക് വന്നു ചേരാൻ കാരണമായിട്ട് പറയുന്നത്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഋഷഭദേവൻ തൻ്റെ 100 പുത്രന്മാർക്കും അതിവിശിഷ്ടമായ ജ്ഞാനം, ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിക്കുമായിരുന്നു. ഋഷഭദേവന്റെ ചരിതം ഭാഗവതത്തിൽ 3 അധ്യായങ്ങളിലാണ് സജ്ജനങ്ങളെ പറയുന്നത്. അതിലൊരധ്യായം മുഴുവൻ, 2-ാമത്തെ അധ്യായം ഋഷഭോപദേശം എന്നുള്ളതാണ്. ഋഷഭന്റെ ചരിതം, അതിൻ്റെ ഹൃദയമായിട്ട് നമുക്ക് പറയേണ്ടത് ഋഷഭോപദേശമാണ്. അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സത്ര ആചാര്യന്മാരിൽ ഒരാളായ ബഹുമാന്യനായ രാമനാഥൻ സാറ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കയറുന്നത് ശരിയുമല്ല, അതിനുള്ള യോഗ്യതയും എനിക്കില്ല. അപ്പം അദ്ദേഹം തന്നെ അത് പറയും. ഒന്ന് മാത്രം നമ്മൾ ചിന്തിച്ചോളൂ, വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ കുട്ടികൾക്ക് ഭാഗവതവും ധർമ്മങ്ങളും ഈശ്വരഭക്തിയും പകർന്നു കൊടുത്ത ഒരച്ഛനായിരുന്നു ഋഷഭദേവൻ. ഋഷഭ ഉപദേശം ആരംഭിക്കുമ്പോൾ തന്നെ പറയും, ഒരൊറ്റ ശ്ലോകം മാത്രം നമുക്കൊന്ന് പറയാം. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹദേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാൽ ബ്രഹ്മ സൗഖ്യം ത്വനന്തം. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ 100 മക്കളെയും അടുത്ത് വിളിച്ചിരുത്തി ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തു, കുട്ടികളെ, ഈ മനുഷ്യജന്മം എത്ര അമൂല്യമാണെന്നോ, ഇത് വെറുതെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല കുട്ടികളെ. സുഖമനുഭവിക്കുക എന്നതിനല്ല ഈ ജന്മം. നമ്മളോട് കൂടിയാണ് ഭാഗവതം ഋഷഭദേവന് ഉപദേശം തരുന്നത്. സുഖമനുഭവിക്കുക എന്നതിനാണ് ഈ മനുഷ്യജന്മം എന്നീ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ മാറ്റിക്കോളൂ. കാരണം സുഖമനുഭവിക്കണമെങ്കിൽ അതിന് മനുഷ്യനാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ ജനിച്ചാലും ഏത് തരത്തിലുള്ള ജന്മം ലഭിച്ചാലും ആ ജന്മത്തിലൊക്കെയും നമുക്ക് കിട്ടും സുഖം. നമ്മൾ ഇന്ന് വളരെ വിശേഷപ്പെട്ട സുഖം എന്ന് പറയുന്നതൊക്കെ ഏത് ജന്മത്തിലും കിട്ടും സജ്ജനങ്ങളെ. നിദ്രാസുഖം അല്ലെ, നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സുഖവാ നിദ്രാസുഖം. ഈ യജ്ഞശാലയിൽ ഇരിക്കുമ്പോഴും അറിയാതെ ആ സുഖത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉറക്കെയൊക്കെ പറയുന്നത് കൊണ്ട്, ശബ്ദം കൂടുതലായതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ചിലർക്ക് പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. നിദ്രാസുഖം, ഉറങ്ങാനുള്ള സുഖമാണെങ്കിൽ അതിന് മനുഷ്യനാവണോ? നിർബന്ധമുണ്ടോ? നാവിന് രുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സുഖം, അത് കിട്ടണമെങ്കിൽ മനുഷ്യനാവണോ? മനുഷ്യനായാലാണ് ഈ രുചി കുറയുന്നതെന്നാ എൻ്റെ തോന്നല്. മൃഗങ്ങളാ കുറച്ചുകൂടി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാറ്. ഇപ്പം മൈഥുനത്തിൻ്റെ സുഖം നോക്കൂ, ഇതൊന്നും മനുഷ്യനായെങ്കിലേ ലഭിക്കൂ എന്നൊരു നിർബന്ധവും ഇല്ല. ഏത് യോനിയിൽ ചെന്ന് എങ്ങനെ നമ്മൾ ജനിച്ചാലും ഈ പറഞ്ഞ സുഖങ്ങളൊക്കെ നമുക്കവിടെ വന്നു ചേരും. പക്ഷേ മനുഷ്യജന്മം സിദ്ധിച്ചവർക്ക് മാത്രമേ മുക്തിയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മോക്ഷദ്വാരം. നമ്മളൊക്കെ ഇപ്പം മുക്തിയുടെ കവാടത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളാണെന്നാണ്. ഈ വാതില് തള്ളി തുറന്നകത്തേക്ക് പ്രവേശിക്കാൻ ആർക്ക് എളുപ്പത്തിൽ കഴിയും? മനുഷ്യജന്മം സിദ്ധിച്ച നമ്മളെ പോലെയുള്ളവർക്ക് കഴിയും സജ്ജനങ്ങളെ. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തെ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുതേ.
സുഖമനുഭവിച്ചും ദുഃഖങ്ങൾ അനുഭവിച്ചും അഹങ്കരിച്ചും ഈ മനുഷ്യ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം. ഇത് ഭാഗവതം ഋഷഭദേവനിലൂടെ ഇന്ന് നമുക്ക് തരികയാണ്. ഋഷഭദേവൻ തൻ്റെ പുത്രന്മാർക്ക് അത് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞുകൊടുത്തു. അത് കേട്ട് വളർന്ന് അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഋഷഭപുത്രന്മാര് 100 പേരും കീർത്തിമാന്മാരായിട്ട് മാറി. ഇന്നലെ അല്ലേ സജ്ജനങ്ങളെ നമ്മൾ ഇവിടെ ധ്രുവന്റെ ചരിതം കേട്ടത് അല്ലെ? ധ്രുവചരിതം. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ചതിന് കഴിയാതെ വന്ന് പൊട്ടിക്കരഞ്ഞ ഒരു മകന്റെ കഥയല്ലേ? അവിടെ ധ്രുവകുമാരന് അമ്മ സുനീതി കൊടുത്ത ഒരു ഉപദേശം, ഒരു വാക്ക്, ഒരു വരി. ആ ഉപദേശമാണ് ധ്രുവനെ മധുവനത്തിൽ പോയിരുന്ന് തപസ് ചെയ്യാൻ പ്രാപ്തനാക്കിയത്. ശ്രീനാരദ മഹർഷിയിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കാൻ ഇടയാക്കിയത്. ഒടുവിൽ ഭഗവത് ദർശനം കിട്ടി. 36,000 സംവത്സരം രാജ്യം ഭരിക്കാൻ, ജീവിതാവസാനം ധ്രുവപദം എന്ന സ്ഥാനത്തെത്താൻ ഇടയാക്കിയതല്ലേ? കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ശരിയായ ഉപദേശം ധ്രുവനെ ധ്രുവപദത്തിലെത്തിച്ചു. ഋഷഭദേവന്റെ പുത്രന്മാർക്ക് കുട്ടിക്കാലം ഋഷഭനിൽ നിന്ന് കിട്ടിയ ഉപദേശം അവരെ മഹത്തുക്കളായിട്ട് മാറ്റി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നോളൂ. ഈ ധ്രുവന്റെ മഹത്വം, പ്രഹ്ലാദന്റെ മഹത്വം, ഋഷഭദേവന്റെ പുത്രന്മാരുടെ മഹത്വം എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്കുണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള നല്ല ഉപദേശങ്ങൾ കൊടുത്തവരെ കുട്ടിക്കാലത്ത് വളർത്തിക്കൊണ്ടുവരാൻ പലപ്പോഴും അച്ഛനമ്മമാർക്ക് കഴിയുന്നില്ല. അംഗീകരിക്കുവോ നിങ്ങൾ? നിർബന്ധമില്ല അംഗീകരിക്കണമെന്ന്. എത്ര അച്ഛനമ്മമാർക്ക്, എത്ര മുത്തശ്ശിമാർക്ക്, മുത്തശ്ശന്മാർക്ക് അവരുടെ മക്കളെ, കൊച്ചുമക്കളെ ആത്മീയമായ അറിവുകൾ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ട് സജ്ജനങ്ങളെ? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിക്കൂ ഈ സമയം. അങ്ങനെ വളർന്നു വന്നവരാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരും സജ്ജനങ്ങളും മുഴുവനും. എനിക്ക് ഉറപ്പാ, ഈ ഭാഗവത സത്ര സത്സംഗ വേദിയിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് നല്ല ഉപദേശം, നല്ല പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ കേട്ട് നിങ്ങൾ വളർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സമയം ഇവിടെ വന്നിരിക്കണമെന്ന തോന്നലേ നിങ്ങൾക്കുണ്ടാവില്ല അല്ലേ? കേവലം ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പേരിന് വന്നു പോവാനാണ് എങ്കിൽ ഇത്ര നേരത്തെ നമ്മൾ വന്നിരിക്കണോ? വേണോ? അതിരാവിലെ മഞ്ഞും തണുപ്പും ഒക്കെ സഹിച്ച് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു മഹത്വം ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് നല്ല ഉപദേശങ്ങൾ കേട്ട് ശീലിച്ച് പഠിച്ച് വളർന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് എത്രമാത്രം അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്? ചോദ്യവതാം. ഇന്ന് ഏത് സപ്താഹയജ്ഞവേദിയിലും സനാതനധർമ്മ വിശ്വാസികൾ ഒത്തുകൂടുന്ന ഏത് സത്സംഗവേദികളിലും ചോദിക്കാതെ വയ്യ നമുക്ക് ഈ ചോദ്യം. എത്രമാത്രം അടുത്ത തലമുറയിലേക്ക് ആത്മീയമായ അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് സജ്ജനങ്ങളെ? അങ്ങനെ കേട്ട് പഠിച്ചു വളർന്നു വന്നവർക്ക് പോലും അതിന് കഴിയുന്നില്ലല്ലേ? അല്ലെ? എത്രമാത്രം സങ്കടകരമായൊരവസ്ഥയാ. നമ്മുടെ സനാതനധർമ്മം നേരിടുന്ന ഭീഷണികളിൽ ഏറ്റവും വലിയ ഭീഷണി ഇതാ സജ്ജനങ്ങളെ. മറ്റു മതത്തിൽ നിന്നോ, മറ്റ് രാജ്യങ്ങളിൽ നിന്നോ, കുറെ മത തീവ്രവാദികളിൽ നിന്നോ, അല്ലെ പ്രത്യേകിച്ച് കുറച്ച് ആളുകളിൽ നിന്നോ, പാർട്ടിയിൽ നിന്നോ ഒന്നുമല്ല, നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന അലംഭാവം, താല്പര്യക്കുറവ്, അതൊരു പക്ഷേ ഈ വിശ്വാസത്തെ തകർത്തേക്കും. ഇന്ന് ഇത്തരം ആത്മീയമായ ആധ്യാത്മികമായ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇതുപോലെയുള്ള സത്സംഗവേദികളല്ലാതെ, സപ്താഹയജ്ഞവേദികളും നവാഹ യജ്ഞവേദികളും സത്രവേദികളും അല്ലാതെ മറ്റെവിടെയാ സജ്ജനങ്ങളെ സാധിക്കുന്നത്?
ഒന്ന് ചിന്തിച്ചു പറയാവോ? ആധ്യാത്മിക പഠനം ഇന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പഠന ക്ലാസ്സുകളിൽ വന്നിരുന്നെങ്കിലേ കുട്ടികൾ നന്നാവൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ആചാര്യന്റെ മുന്നിലിരുന്ന് ഭാഗവതം കേട്ട് വളർന്നെങ്കിലേ കുട്ടികൾ നന്നാവൂ എന്നും പറയുന്നില്ല. ഈ ആധ്യാത്മികമായ കാര്യങ്ങൾ വീടുകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് മതി. സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്നത് പോലെ അറിവ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടികളുടെ ജീവിതത്തെ ശ്രേഷ്ഠതയിലെത്തിക്കും, ധന്യതയിലേക്ക് എത്തിക്കും. അപ്പൊ ഇന്ന് വളർന്നു വരുന്ന തലമുറ വളരെ മോശമായ രീതിയിൽ അക്രമത്തിലേക്കും, ഞാൻ പറയണ്ടല്ലോ, ഇങ്ങനെ ഒരു സത്സംഗവേദിയിൽ ഇരുന്ന് നമുക്കത് പറയേണ്ടതേയില്ല, ഏതെല്ലാം മോശമായ കാര്യങ്ങളിലേക്ക് പോയി ഒരു പുതുതലമുറ നശിക്കുന്നു. ഇതിനൊരു പ്രധാനമായ കാരണം ആധ്യാത്മികതയെ നമ്മൾ വിട്ടുകളഞ്ഞു. വേണ്ടത് വേണ്ട സമയത്ത് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതിനുള്ള അവസരം അവർക്ക് നമ്മൾ നിഷേധിക്കുന്നു. ഒരുപക്ഷെ കുട്ടികൾക്ക് ആത്മീയമായ കാര്യങ്ങൾ കേൾക്കാൻ, പറയാൻ, അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരെ ഇതുപോലെയുള്ള സത്സംഗവേദികളിൽ കൊണ്ടുവന്നിരുത്താൻ പലപ്പോഴും അച്ഛനമ്മമാർക്ക് താല്പര്യമില്ല. ഇതെല്ലാവരെയും ഉദ്ദേശിച്ചല്ല. മറ്റു പലതും നിർബന്ധപൂർവം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, സംഗീതമായാലും വാദ്യോപകരണമായാലും ആയോധന വിദ്യകളായാലും നൃത്തമായാലും ഇതൊക്കെ നിർബന്ധമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാറില്ലേ നമ്മൾ? ആഴ്ചയിൽ 6 ദിവസം അവർ സ്കൂളിൽ പോയി പഠിക്കും. 7ാമത്തെ ദിവസം ഞായറാഴ്ച വന്നാൽ നിർബന്ധമാണ് അല്ലേ, മറ്റു പഠനത്തിന് അവരെ വിടും. എന്തുകൊണ്ട് ആധ്യാത്മികതയ്ക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. കുട്ടികൾക്കതിൽ താല്പര്യമില്ലെന്നല്ല, ഇതിൻ്റെ മഹത്വം, ഈ ആധ്യാത്മികതയുടെ, ഭാഗവതത്തിൻ്റെ, പുരാണങ്ങളുടെ മഹത്വം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടതും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പലപ്പോഴും നമ്മൾ മറക്കുന്നു, അല്ലെങ്കിൽ അലംഭാവം നമ്മൾ അതിൽ കാണിക്കുന്നു. ശരിയല്ലേ സജ്ജനങ്ങളെ? അപ്പൊ ഈ സത്രം കഴിയുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലൊരു തീരുമാനമെടുക്കൂ. ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെയുള്ള മഹാസത്സംഗങ്ങളും സത്രങ്ങളും ഒക്കെ ഇപ്പൊ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലേ. ഇത് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്താൻ ഒരു തലമുറ ഇവിടെ ഉള്ളതുകൊണ്ട്, ഈ ഒരു തലമുറ കഴിഞ്ഞാലും ക്ഷേത്രം നിലനിൽക്കും. ഇതുപോലെയുള്ള യജ്ഞങ്ങളും സത്സംഗങ്ങളും സത്രങ്ങളും ഒക്കെ നടക്കപ്പെടണം. അതിനെന്ത് വേണം? ഇതിൽ അറിവും താല്പര്യവും ഉള്ള ഒരു തലമുറ ഈ നാട്ടിൽ വളർന്നു വരണം. ഇപ്പൊ ഋഷഭദേവന്റെ ഉപദേശമാണ് പുത്രന്മാരെ യോഗ്യരാക്കി മാറ്റിയത്. കുട്ടിക്കാലത്ത് കിട്ടുന്ന ചെറിയ അറിവുകൾ പോലും അത് അവരുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കും എന്നല്ലേ സജ്ജനങ്ങളെ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ശീലിക്കുന്നോ അത് ജീവിതത്തിൽ എന്നും അവരുടെ കൂടെയുണ്ടെന്ന അജാമിളന്റെ കഥ നമ്മൾ അടുത്ത ദിവസം കേൾക്കുമല്ലേ? കഴിഞ്ഞോ? ഇല്ല, നാളെ ഷഷ്ഠസ്കന്ധം വരണമല്ലോ. അജാമിളന്റെ ചരിതത്തിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? അച്ഛന്റെ ശിക്ഷണത്തിൽ വേദം പഠിച്ചവൻ, ധ്യാനം ശീലിച്ചവൻ, തെറ്റുകൂടാതെ പൂജകൾ അനുഷ്ഠിച്ചവൻ, വളരെ ചിട്ടയായ രീതിയിൽ ജീവിതം നയിച്ച ഒരു ബ്രാഹ്മണ കുമാരൻ അജാമിളൻ ഒരിക്കലും പൂക്കളും ചമതയും ശേഖരിക്കാൻ വനത്തിൽ പോയി. അവിടെ വച്ച് അജാമിളൻ കണ്ട ഒരു ദൃശ്യം, ഒരു രംഗം അജാമിളന്റെ ജീവിതത്തെ വഴിതെറ്റിച്ചു. ചിന്തിച്ചു നോക്കൂ. ധ്രുവന് ജീവിതത്തിൽ കിട്ടിയ ഒരു ഉപദേശം ധ്രുവനെ ഭക്തോത്തമനാക്കി ധ്രുവപദത്തിലെത്തിച്ചു. അജാമിളൻ കണ്ട ഒരു ദൃശ്യം അജാമിളന്റെ ജീവിതത്തെ വഴിതെറ്റിച്ചു. അനേക വർഷം അജാമിളന്റെ ജീവിതം വഴിതെറ്റി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം അത്ര ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഋഷഭദേവൻ അങ്ങനെ തൻ്റെ പുത്രന്മാരെയൊക്കെ വളർത്തി ജീവിത സായാഹ്നം വന്നു.
ആരും നിർബന്ധിക്കേണ്ടി വന്നില്ല. രാജ്യം തൻ്റെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സർവസംഘ പരിവ്രാജകനായിട്ട് ഋഷഭദേവൻ രാജ്യത്തലഞ്ഞു തിരിഞ്ഞു നടന്നു. ഭരണത്തിൽ നിന്നിറങ്ങിപ്പോവാൻ ആരും പറയേണ്ടി വന്നില്ല, ഒരവിശ്വാസം കൊണ്ടുവരേണ്ടി വന്നില്ല. പിന്നെയോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളും അധികാരവും പദവിയും ഒക്കെ മതിയെന്നൊരു ദിവസം, ഒരു നിമിഷം അങ്ങോട്ട് തീരുമാനിച്ചു. അടുത്ത നിമിഷം രാജ്യം ഉപേക്ഷിക്കുക. സജ്ജനങ്ങളെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിത സുഖങ്ങൾ അനുഭവിച്ച് മതിയാവുക എന്നത് എളുപ്പമാണോ സജ്ജനങ്ങളെ? ആണോ? നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ജീവിത സുഖങ്ങളും അനുഭവിച്ച് മതിയാവല് എളുപ്പമല്ല. ഋഷഭദേവനെ പോലെയുള്ള മഹാത്മാക്കളായ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കൂ. ഏത് നിമിഷം വേണോ ഉപേക്ഷിക്കാൻ തയ്യാറ്. ഒരു നിമിഷം കൊണ്ട് രാജ്യം ഉപേക്ഷിച്ച് പ്രജകളെ, അധികാരത്തെ, സ്വന്തം കുടുംബത്തെ ഒക്കെ ഉപേക്ഷിച്ച് ഒരു പരിവ്രാജകനായിട്ട് ജഡാന്തമൂക ബദിരനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ചിലപ്പോൾ ശരീരത്തിൽ വസ്ത്രം ഉണ്ടാവും, ചിലപ്പോൾ അത് അഴിഞ്ഞു പോവും. അറിഞ്ഞ ഭാവം വയ്ക്കാറില്ല ഋഷഭൻ. ഋഷഭന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന് പോലും ഉണ്ടായി ഒരു യോജന ചുറ്റളവില് കസ്തൂരിയുടെ സുഗന്ധത്തെ കൊടുക്കാനുള്ള കഴിവ്. അങ്ങ് അകല ഋഷഭൻ വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം ഋഷഭൻ വരുന്നുണ്ട്. സുഗന്ധമാണ് ശരീരത്തിൽ നിന്ന്. അത് ഋഷഭദേവന്റെ ജീവിതത്തിൽ യോഗസിദ്ധികൾ കടന്നു വന്നു. അണിമ, മഹിമ, പ്രാകാശ്യം, വശ്യം, പരകായ പ്രവേശം, ദൂരശ്രവണം, അപൂർവമായിട്ട് മാത്രം സാധന കൊണ്ടൊരു മനുഷ്യനെ നേടിയെടുക്കാൻ കഴിയുന്ന സിദ്ധികള്. ശരീരം ചെറുതാക്കാൻ കഴിയുന്ന യോഗസിദ്ധി, വലുതാക്കാൻ കഴിയുന്ന യോഗസിദ്ധി, ശരീരം ഒരേ സമയം പല സ്ഥലങ്ങളിൽ കാണിക്കാൻ കഴിയുന്ന യോഗസിദ്ധി, ഇതൊക്കെ തന്നിലേക്ക് കടന്നു വരുമ്പോഴും തുച്ഛമായിട്ട് കണ്ടു ഋഷഭൻ. ഇതൊന്നുമല്ല താൻ ആഗ്രഹിക്കുന്നത് എന്ന ഭാവത്തിൽ ഇതൊക്കെ തള്ളിക്കളഞ്ഞു. ഇതൊന്നും പ്രദർശിപ്പിക്കാനോ കയ്യടി വാങ്ങാനോ അംഗീകാരം നേടാനോ ഒന്നും ഋഷഭൻ ശ്രമിച്ചില്ലെന്നാ. ഒടുവിൽ ഒരു കാട്ടുതീക്കുള്ളിലേക്ക് ഋഷഭദേവൻ നടന്നു കയറി. ആ കാട്ടുതീയിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ഋഷഭനോടൊപ്പം കാട്ടുതീയിൽ വെന്ത് നശിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ഭഗവാൻ വിഷ്ണു തൻ്റെ ദിവ്യലോകമായ വൈകുണ്ഠത്തെ പ്രദാനം ചെയ്തു എന്നുകൂടി പറഞ്ഞാണ് ദിവ്യമായ ഋഷഭചരിതം ഭാഗവതത്തിൽ പൂർണ്ണമാവുന്നത്. ഋഷഭന്റെ ചരിതം നമുക്ക് തരുന്ന വലിയ ഉപദേശങ്ങള്, ഋഷഭദേവൻ നമുക്ക് തൻ്റെ പുത്രന്മാരിലൂടെ ലോകത്തിന് കൊടുത്ത വലിയ ഉപദേശം, അത് നമുക്ക് അടുത്ത പ്രഭാഷണമായി രാമനാഥൻ സാറിൻ്റെ മുഖത്ത് നിന്ന് തന്നെ ശ്രവിക്കാം. അപ്പോൾ ആ ദിവ്യമായ ഋഷഭചരിതം, ആ ഉപദേശങ്ങൾ കൂടി നന്നായി ആഴത്തിൽ അറിയുമ്പോഴേ ഋഷഭചരിതം പൂർണ്ണമാവൂ. അപ്പോൾ ഋഷഭചരിതം നമുക്ക് പറ്റുന്നതുപോലെ ഭഗവാന്റെ ആചാര്യ ഗുരു പരമ്പരകളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പറഞ്ഞ് സമർപ്പിക്കാൻ സാധ്യമായി. 1 മിനിറ്റ് പോലും അധികം എടുത്തിട്ടില്ല, കൃത്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒന്നുകൂടി വേദവ്യാസ മഹർഷി പറയും, ഈ മുക്തി എന്നത് എല്ലാവർക്കും ഇതുപോലെ ഭഗവാൻ കൊടുക്കുന്ന ഒന്നാണ്. മുക്തിം ദദാതി കർഹിജിൽ സ്മന ഭക്തിയോഗം. ഭഗവാനെ കണ്ട് ശരീരം ഉപേക്ഷിച്ചാൽ, ഭഗവാനോടൊപ്പം കാട്ടുതീയിൽ പ്രവേശിച്ച് ശരീരം ഉപേക്ഷിച്ചാൽ, ഭഗവാനെ സ്മരിച്ച് ശരീരം ഉപേക്ഷിച്ചാൽ, ഭഗവാനെ നാമം ജപിച്ച് ശരീരം ഉപേക്ഷിച്ചാൽ ആ ജീവന് മുക്തി കിട്ടും. മുക്തി ലഭിക്കുക എന്നത് ഇത്ര എളുപ്പത്തിൽ നേടിയെടുക്കാം. ഭക്തി എന്നാൽ അത്ര എളുപ്പത്തിലുള്ളതല്ല. മുക്തിയേക്കാൾ ഭക്തിയാണ് നേടിയെടുക്കാൻ ബുദ്ധിമുട്ട്. അല്ലെ, ഒരു ഭക്തനായി ഈ കലിയുഗത്തിൽ ജീവിക്കുക എളുപ്പമാണോ സജ്ജനങ്ങളെ? അല്ലെ, ഒരു ഭക്തനായി ജീവിക്കുമ്പോൾ എത്ര പ്രതിസന്ധികളാണല്ലേ.
ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കേണ്ടി വരേണ്ടത്. അപ്പൊ ഭക്തിയെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് തൻ്റെ ഏറ്റവും യോഗ്യനായ ഉത്തമനായിരിക്കുന്ന ഒരാളിലേക്ക് മാത്രമാണ് എന്നവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഋഷഭയോഗീശ്വരൻ്റെ ചരിതം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല അറിവുകളെ പ്രദാനം ചെയ്യട്ടെ.